വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ അഭിഷേകത്തിലായിരിക്കുന്ന പാസ്റ്റർ ഗോപി, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന സുശേഷകന്മാർ, ദൈവമക്കളായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവാർത്തയായി സന്തോഷമെല്ലാം സ്തുതിച്ചാണ്. ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചാണ്, ശക്തമായി സ്തുതിച്ചാണ്. ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിന്റെ വാഗ്ദത്തമാണ് 2-3 പേരുടെ നാമത്തിൽ ഐക്യതയുടെ പുറത്തൊക്കെ ഞാൻ കടന്നു വരാം. നമ്മളിവിടെ ഐക്യതയുടെ കുറവൊന്നുമില്ലല്ലോ, ഉണ്ടോ? ആരോടും വിരോധമില്ല. നമ്മുടെ കർത്താവ് സ്നേഹവാനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്, സർവ്വത്തിന് വിധേയവനാണ്, സകലത്തെ ഉണ്ടാക്കിയവനാണ്. സകലവും അവന് കാൽക്കീഴാക്കിയിരിക്കുക. നമുക്ക് സകലത്തിന്മേലും ജയം തന്ന കർത്താവാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഈ ദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി, അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് ദൈവാത്മാവ് പറഞ്ഞു 4 സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കണം. അങ്ങനെ എറണാകുളം പട്ടണത്തിൽ ആദ്യമായിട്ട് പോയി. 1-ാം ദിവസം സ്വല്പം ആൾ കുറവായിരുന്നെങ്കിലും അവിടെ 3 ദിവസം ഞങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം സഹായിച്ചു. 3-ാം ദിവസം വളരെ ആൾക്കാർ കടന്നു വരുവാനിടയായി. അനേകർക്ക് വിടുതലും ആശ്വാസമായി മാറുവാൻ കർത്താവ് സഹായിച്ചു. 2-ാമത് ഞങ്ങൾ തൃശ്ശൂർ അങ്കമാലിയിൽ പ്രവർത്തിച്ചു. അവിടെ കർത്താവ് അത്ഭുതകരമായിട്ട് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. 3-ാമത് തൃശ്ശൂരായിരുന്നു. അവിടെ വൻ വിജയമായിട്ട് കർത്താവ് നടത്തി. ഇവിടെ കോട്ടയത്തെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇവിടെയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. നമ്മുടെ കർത്താവ് ആരെയും വെറുതെ ഇടുന്ന ദൈവമാണ്. എല്ലാവരും സ്നേഹിക്കും. നമ്മുടെ ദൈവം തന്നെ സ്നേഹമാണ്. ദൈവം എന്താണ്? സ്നേഹമാണ്. സ്നേഹത്താൽ നിറഞ്ഞ ദൈവം, സ്നേഹവാനായ ദൈവത്തിന്റെ പ്രവൃത്തി. ആ സ്നേഹവാനായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മെ ആ സ്നേഹം നിറച്ചത് കൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ നമുക്ക് തരുന്നതും ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നു, നിങ്ങളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. അവിടെ നമുക്ക് ഇന്ന് പകർന്നാൽ ഒന്നുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേട്ടത് കർത്താവിന്റെ അഭിഷേകത്തിന്റെ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിപിൻ, അദ്ദേഹവും സാക്ഷ്യമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കേട്ടപ്പോഴാണ് നടക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിക്കാനിടയായ വിശ്വാസത്തെക്കുറിച്ച് പറയാനിടയായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉദാസിക സാക്ഷ്യം പറയാനുണ്ട്, പക്ഷേ എങ്കിലും ഇന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. എങ്കിലും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ആലോചനകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കുന്ന ആലോചനകൾ ദൈവാത്മാവിലൂടെ ഉള്ളത് പിന്നീട് പറയും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, അല്ലേ? ദൈവത്തിന്റെ മക്കളല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ദൈവമക്കൾ ആകാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്തോത്രം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമകനായി തീരണം, അല്ലെ ദൈവമകളായി തീരണം. ഇവിടെ കേട്ടല്ലോ, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളും. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കേണ്ടത്? എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കില്ലേ? ദൈവം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിശാച് പോലും പറയുന്നുണ്ട് ദൈവം. പിശാച് പോലും വിറയ്ക്കുകയാണ് ദൈവത്തിന്റെ മുന്നിൽ. നമുക്ക് അത്രയും പറയുന്നൊന്നുമില്ല, ഉണ്ടോ? നമുക്ക് ദൈവഭയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എൻ്റെ ഉള്ളത്. കാരണം മനുഷ്യർക്ക് ദൈവഭയം കുറവാണ്. പിശാച് ദൈവത്തിന്റെ സ്ഥിതിയിൽ വിറയ്ക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ മകനായി തീരാൻ, അല്ലെ മകളായി തീരുവാൻ ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ അതിന്റെ ചാൻസ്. സ്തോത്രം. യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. എന്നെ ഏൽപ്പിച്ചത് ദൈവമാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ കേട്ട ഇത്രയും നേരം ഞാൻ നിങ്ങളെ കർത്താവിന്റെ ആത്മാവിനാൽ എനിക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് വിശ്വാസത്തെ കുറിച്ച് കേൾക്കും. നിങ്ങൾ സാക്ഷ്യം അല്ലെങ്കിലൊക്കെ പറഞ്ഞു, അല്ലെ? ജയ് വിളിച്ചു. കാരണം എന്താ ജയ് വിളിക്കാൻ കാരണം? നമ്മുടെ മഹാരാജാവ് നമ്മുടെ മതത്തിലുള്ളതുകൊണ്ടാണ്, അല്ലെ? ലോകത്തുള്ള മനുഷ്യൻ ജയ് വിളിക്കാറുണ്ട്. മന്ത്രി വരുമ്പോഴും അല്ലെങ്കിൽ ഒരു നേതാവ് വരുമ്പോൾ ജയ് വിളിക്കും. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മതത്തിലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ജയ് വിളിച്ചു. അതാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിനെ സ്തുതിക്കുക. അപ്പൊ ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് ജയ് വിളിക്കുക. ദൈവം വെച്ച ഒരു മാർഗമാണ് എന്ത്? യേശു ക്രിസ്തു. ദൈവം തന്ന
ഒരു മാർഗം. ദൈവം നമുക്ക് തന്ന രക്ഷയ്ക്കുള്ള പദ്ധതിയാണ് യേശുക്രിസ്തു. ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളത് യേശുക്രിസ്തുവിലൂടെ മാത്രം. വേറെ ഒരു വഴി. ഇന്ന് അനേകം രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഇപ്പോൾ ആരോട് ചോദിച്ചാലും പറയും ദൈവമുണ്ട്. ദൈവമില്ലാതെ ആരും പറയത്തില്ല. മിക്കവാറും ആൾക്കാർ 99% ആൾക്കാർക്ക് ദൈവം ഉണ്ടെന്നേ പറയും. അവരെല്ലാവരും പറയും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ എനിക്കറിയാം, ദൈവവിശ്വാസികളാണ്, ഉപവസിക്കുന്നവരാണ്. അല്ലേ? നമ്മൾ നോക്കിയ ഹൈന്ദവ മാർഗത്തിലൊന്ന് ഉപവസിക്കുന്നുണ്ട്. നമ്മളെക്കാളൊക്കെ കൂടുതൽ ഉപവസിക്കുന്നവരാണ്. ഉപവാസ യജ്ഞം നടത്തുന്നവരുണ്ട്. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞ ഉദ്ദേശം യേശുക്രിസ്തുവിൽ കൂടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിത്യജീവൻ. നിത്യജീവൻ. സ്തോത്രം. യേശു തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ ഈ ലോകത്തിൽ വന്നത് കർത്താവ് പറഞ്ഞു ആരെയും വിധിക്കാനല്ല, രക്ഷിപ്പാനല്ല. പിന്നെയും കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ തരാനാണ് ഞാൻ വന്നത്. അതെങ്ങനെയുള്ള ജീവനാണ്? സമൃദ്ധമായ ജീവൻ. സമൃദ്ധമായ ജീവൻ തരാനാണ് ഞാൻ വന്നത്. പിന്നീട് കർത്താവ് പറഞ്ഞു പിശാച് വന്നിട്ടുണ്ട് ലോകത്ത്. പിശാചുണ്ട് ലോകത്ത്. അവന്റെ പദ്ധതി എന്താണ്? അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. അല്ലേ? അപ്പം മോഷ്ടിക്കുക, അറുക്കുക, കൊല്ലുക. ഇതാണ് പിശാചിന്റെ പദ്ധതി. രണ്ടിടയിൽ ലോകത്തിലുണ്ട്. ഒന്ന് ദൈവമാകുന്ന സർവശക്തനായ ദൈവമാകുന്നവൻ, അതായത് യേശുക്രിസ്തുവാകുന്നതിനെ. രണ്ടാമത് ഒരു നടത്തിപ്പുകാരുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നവൻ. അവൻ പിശാചാണ്. അവന്റെ പദ്ധതി എന്താണ്? അറുക്കുക, മുടിക്കുക, കൊല്ലുക, മോഷ്ടിക്കുക. സ്തോത്രം. യേശു നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം, ദൈവം തന്നെ സ്നേഹിച്ചതിന്റെ ഉദ്ദേശം എന്താ? ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ഞാൻ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഴത്തിലേക്ക് പുറകോട്ട് പോകാൻ നോക്കുക. കുറച്ച് ആഴത്തിലേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുക ഈ സമയം. അതായത് ദൈവം ആദ്യം മനുഷ്യ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടിപ്പിൽ തുടങ്ങിയ ആ പാപം, ആ സൃഷ്ടിപ്പ് കഴിഞ്ഞ് തുടങ്ങിയ ആ ഏതെങ്കിലും വെച്ച് ആരംഭിച്ച പാപത്തിൽ കൂടെ മനുഷ്യവർക്കും സകലതും ശാപത്തിൽ കീഴില്ല. എല്ലാ മനുഷ്യരും ശാപത്തിൽ കീഴില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇവിടെ ആ പ്രിയ സഹോദരൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദാം മുഖാന്തരം സകല മനുഷ്യരും ആൾക്കാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമായിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നത്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം എന്താ പാപം ചെയ്തത്? എന്ത് ചെയ്തു? സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് പതുക്കെ പറയുന്നത്. കാരണം പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാം. ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ആദാം പാപം ചെയ്തു. ദൈവം പറഞ്ഞ അനുസരിച്ചില്ല. അനുസരണത്തിലാണ് പാപം. ദൈവം എന്ത് പറഞ്ഞോ അതനുസരിക്കാൻ ഇരിക്കുന്നതാണ് പാപം. അപ്പൊ ഒന്നാമത്തെ ആദാമിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം, ദൈവം ഏൽപ്പിച്ച കാര്യം അതിൻ്റെതായ രീതിയിൽ ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് പാപമായി. അങ്ങനെ ദൈവം മനുഷ്യനെ ശപിച്ചു. മനുഷ്യൻ മുഖാന്തരം സകലത്തിനും ശാപമുണ്ടായി. അങ്ങനെ ശാപത്തിൽ അടിമപ്പെട്ട മനുഷ്യവർഗം എവിടം വരെ എത്തിയെന്നറിയാമോ? ഇന്ന് വരെയും ലോകത്തുണ്ട്. ഇന്ന് വരെ. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം, ദൈവം ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചതിന്റെ ഉദ്ദേശം ഈ മനുഷ്യവർഗം മുഴുവൻ ശാപത്തിലായിപ്പോയി. ഇവരെ ഒന്ന് വീണ്ടെടുക്കുവാൻ എന്താണ് ഒരു മാർഗം? എന്റെ പുത്രനെ അയച്ചവരെ വീണ്ടെടുക്കും. ഇതാണ് ദൈവം ചെയ്ത പദ്ധതി. ആ ഒരു പാക്കേജ്, അതായത് രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് വേണ്ടി പാക്കേജ്. രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ. അതാണ് അവിടെ വേദോസത്തിൽ പറയുന്നത്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം മുഖാന്തരം സകല മനുഷ്യരും പാപികളായി തീർന്നു എങ്കിൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ സകല മനുഷ്യരും എവിടേക്ക് വന്നു? നിത്യജീവനിലേക്ക് വന്ന്, രക്ഷയിലേക്ക് വന്ന്, ശാപമില്ലാത്തവരായി മാറും. ഇതാണ് കേൾക്കുന്നവരെ. ആരോട് ചോദിച്ചാലും എവിടെ മനുഷ്യൻ ഏത് മനുഷ്യനും ശാപമുണ്ട്, ശാപമുണ്ടെന്ന് പറയും. പാപമുണ്ട്, ശാപമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ശരിയാണ്. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ ദൈവങ്ങളുടെ ശാപം അവരുടെ വിശ്വാസത്തിൽ കൂടെ മാറുകയും. എങ്ങനെ മാറുന്നു? ദൈവം ശപിച്ച ശാപം സകല മനുഷ്യന്റെ പേരിൽ വന്നിരിക്കുക. സകല മനുഷ്യവർഗത്തിന്റെ പേരിൽ ആ ശാപം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് മരിച്ച് അവരുടെ ജീവിതകാലം തീരുമ്പോൾ ആ ശാപം തീരുകയാണ്. സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു വേണ്ട പോയിട്ട്? അപ്പൊ ഈ ശാപം എവിടെ കൊണ്ട് നമ്മളിപ്പോ ജീവിച്ചിരിക്കും, ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്, എന്റെ ശാപം എങ്ങനെ തീർക്കാൻ പറ്റും? ഞാൻ മരിച്ചിട്ടില്ല. എന്റെ ശാപം എങ്ങനെ മാറും? ഇന്ന് ശാപത്തിന്റെ വിടുതലിന് വേണ്ടി മനുഷ്യർ ഓടി നടക്കുക. ശരിയാണ്, ശാപമുണ്ട്, സത്യമാണ്.
പല മനുഷ്യരെക്കുറിച്ചും ദൈവാത്മാവ് വെളിപ്പെടുത്താറുണ്ട്. ശാപത്തിന് കീഴിലായ മനുഷ്യർ, വേദപുസ്തകം വിളിച്ചു പറയുന്നത് ശാപത്തിന് കീഴിലാണ് സകല മനുഷ്യർ. ശാപം കൊണ്ട് സത്യമാണ്. പക്ഷെ എവിടെ കൊണ്ടാണ് ശാപം തീരുന്നത് അറിയാമോ? ഒന്നാമത്തെ ആദാമിൽ തുടങ്ങിയ പാപവും ശാപവും ഒടുക്കത്തെ ആദാമില്ല. ഒടുക്കത്തെ ആദാം, അവിടെ അങ്ങനെ പറയാം, ഒടുക്കത്തെ ആദാം. ഇനി ആദാമില്ല, ഇനി വരാൻ ഒരു ആദാമില്ല. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരാളില്ല. ആദാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നാമത്തെ മനുഷ്യനുള്ള ആ ഒരു പേരാണ്, ആ ഒരു ഉദ്ദേശമാണ് ദൈവം പറയുന്നത്. ആ വചനം പറയാൻ അങ്ങനെയാണ്, ഒടുക്കത്തെ ആദാം. എന്നുവെച്ചാൽ ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദാം, ആദ്യ മനുഷ്യനായ ആദാം, അതായത് ആദ്യത്തെ മനുഷ്യന്റെ പേര് ആദാം. അങ്ങനെയെങ്കിൽ രണ്ടാമതൊരു ജനറേഷൻ ഉണ്ടാവുക, രണ്ടാമതൊരു തലമുറ. അതാണ് അവിടെ പുതിയ നിയമം എന്ന് പറയാൻ കാരണം. പുതിയ നിയമം, രണ്ടാമതൊരു പുതിയ തലമുറ ഉണ്ടാകുകയാണ്, പുതിയ ഒരു വർഗം ഉണ്ടാകുകയാണ്. അതാണ് പുതിയ നിയമത്തിലെ മനുഷ്യർ. അതിന്റെ ഒന്നാമത്തെ ആളാണ് ആര്? ഒടുക്കത്തെ ആളാണ് ക്രിസ്തു. അപ്പം ആദ്യ മനുഷ്യന് ജനിച്ച മനുഷ്യനാകുന്ന ഞാൻ, അല്ലെ എന്റെ തലമുറകൾ, അല്ലെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സകല മനുഷ്യവർഗങ്ങൾ ശാപത്തിന് കീഴിലും പാപത്തിന് കീഴിലും ഇങ്ങനെ വന്നു എവിടം വരെ എത്തി? യേശു ക്രിസ്തുവിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ ആര് യേശു വിശ്വസിക്കുന്നു അവന്റെ പാപവും ശാപവും അവിടെ തീരുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം. നമ്മളിവിടെ കേട്ടു. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ ആരായി മാറുന്നു? പുതിയ സൃഷ്ടിയാക്കി മാറുക, പുതിയ വ്യക്തിയാക്കി മാറുകയാണ്. അപ്പൊ അവന്റെ പഴയതെല്ലാം അത് കഴിഞ്ഞു പോയി. ദിവസം പറഞ്ഞാൽ പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തോന്നിരിക്കുന്നു. അപ്പൊ പുതിയ വ്യക്തിയാകുമ്പോൾ അവന്റെ ശാപമില്ല. ശാപത്തിൽ അവരുടെ പാരമ്പര്യ ശാപങ്ങളെല്ലാം അവിടെ സ്ഥിരീകരിക്കും. പാരമ്പര്യ രോഗങ്ങളും ബന്ധനങ്ങളും എല്ലാം അവിടെ മാറുകയാണ്. പാപം മാറുകയാണ്. പാപം പിന്നെ ഇല്ലാത്തവരായിട്ട് അവൻ ജീവിക്കുക, പാപമില്ലാത്തവരായിട്ട് അവൻ ജീവിക്കുന്ന ലോകത്തിൽ. കാരണം അവന്റെ ജീവിതം പാപമില്ലാതെ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ജീവിതമാണ്. അതുകൊണ്ട് അവൻ പുതിയ മനുഷ്യനായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്, മനുഷ്യനല്ല. ഇന്നങ്ങനെ പുതിയതായിട്ട് വ്യക്തിയായിട്ടുള്ള, അതായത് പുതിയ സൃഷ്ടിയായിട്ട് നോക്കാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്ന് തലമുറ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്ലെങ്കിൽ പുതിയ വ്യക്തികളായിട്ട് അങ്ങനെയെങ്കിൽ ഈ ശാപം ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത് മാറിയിട്ടേ പോകാം. ആ ഒരു തീരുമാനമാണ്. എനിക്കിനി ശാപമില്ല. പക്ഷെ ശാപം മാറാൻ ഒരൊറ്റ മാർഗമുള്ളൂ, യേശു ക്രിസ്തുവിൽ കൂടെ വരണം. യേശു പറഞ്ഞനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ശാപം മാറത്തുള്ളൂ. സ്നാനപ്പെട്ടതുകൊണ്ട് ശാപം മാറുന്നൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ശാപമൊന്നും മാറുന്നില്ല. പക്ഷെ പിന്നെയും അവൻ ശാപത്തിന് കീഴിൽ നിന്നുകൊണ്ട് അവന്റെ ജീവിതം വിശുദ്ധിയിലായെങ്കിൽ പിന്നെയും ശാപത്തിന് കീഴിലേക്ക് പോവുകയാണ്. സ്തോത്രം. അഭിഷേകമുണ്ടെന്ന് പറയാം അല്ലേ? ഈ ബ്രാഹ്മണന്മാരെ കുറിച്ച് ഞാൻ പലരോടും പറയാറുണ്ട്. ബ്രാഹ്മണന്മാർക്ക് കുടുമിയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുടുമിയുള്ള ബ്രാഹ്മണന്മാർ അവർ കുളിക്കുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റിട്ട് ആ വെള്ളത്തിൽ നിന്ന് അവർ പൊങ്ങിയിട്ട് ഈ മുടി ഇങ്ങനെ പുറകോട്ടാണ്, ഈ മുടിയിലെ വെള്ളം പുറകോട്ട് മാറി. അതിനുവേണ്ടി അവർ ആ കുടുമി പുറകോട്ട് ഇങ്ങനെ ആക്കും. സ്ത്രീകളൊക്കെ തലയിൽ അങ്ങനെ ആക്കുമായിരിക്കും മുടിയൊക്കെ. ഈ കുടുമി മുറിച്ച ബ്രാഹ്മണൻ എന്ത് ചെയ്യാൻ അവൻ സ്ഥിരമായിട്ട് ചെയ്ത് ശീലിച്ചതായതുകൊണ്ട് അവൻ എന്ന് കുളിച്ചാലും പിന്നെ അവൻ കാണിക്കുന്നോ ഇവരുടെ തലയിൽ കുടുമി ഉണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കും. ശരിയാ, നീ അഭിഷേകം പ്രാപിച്ചു, നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ നിന്റെ ദൈവം അഭിഷേകം ചെയ്തു. പക്ഷെ ആ അഭിഷേകത്തിന്റെ ആ ശക്തി നിന്റെ മേൽ ഉണ്ടെന്ന് പറഞ്ഞ് നിന്നെയും നീ പാപം ചെയ്തും ശാപത്തിന്റെ കീഴിലുമായിട്ട് മുൻപോട്ട് പോയാലും നിനക്ക് തോന്നുന്നതിന്റെ ഉള്ളിൽ അഭിഷേകം ഉണ്ടെന്ന്. നിനക്ക് തോന്നുന്നു ഞാൻ ഈ ശാപത്തിന്റെ കീഴിലല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുത്തൻ ശാപത്തിന്റെ കീഴിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിലെ നടപ്പ്, അതാ റോമലേഖനം വിളിച്ചു പറയുന്നത്, അവൻ ഉന്നയിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചിരിക്കുന്ന സ്തോത്രം. അപ്പൊ തേജസ്കരണം പ്രാപിച്ചവനായി ജീവിക്കുന്ന, അതായത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ മുൻപോട്ട് നടക്കാൻ പറ്റുന്നു. സ്തോത്രം. മനസ്സിലാക്കിയവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ശാപം മാറി, ശരിയാ. എപ്പോൾ? രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, അഭിഷേകം പ്രാപിച്ചപ്പോൾ ശാപം മാറി, രോഗത്തിന്റെ അവസ്ഥ മാറി, പാപത്തിന്റെ അവസ്ഥ വിടുതലായി, എല്ലാം മാറി, വിടുതലായി, സന്തോഷമായി, നിത്യജീവനെ കിട്ടി. വലിയ സന്തോഷം, ആനന്ദം, വലിയ ആരാധന. പക്ഷെ പിന്നെ നിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
ഞായറാഴ്ചകളിൽ മാത്രമുള്ള വിശുദ്ധ ജീവിതമാണോ? ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമുള്ള വിശുദ്ധ ജീവിതമാണോ എന്ന് പകൽക്കാലം ചിന്തിക്കണം. അതോ ആഴ്ചയിലെ 7 ദിവസവും വിശുദ്ധ ജീവിതമാണോ? ആഴ്ചയിലെ 7 ദിവസവും ഒരു ദിവസത്തിൽ 24 മണിക്കൂറും വിശുദ്ധ ജീവിതത്തിൽ നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ വിടുതലുകളിൽ കൂടെ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. തേജസ്കരിക്കപ്പെട്ടവരായി ഉന്നയിച്ചവരെ വിളിച്ചവൻ അവൻ തേജസ്കരിക്കുക, നീതീകരിക്കുക. നീതീകരണം എന്ന വാക്കിന് അർത്ഥം എന്താ? നീതീകരിക്കുക, നീതിമാനായി തീരുക. ആ വ്യക്തി ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം. സ്തോത്രം. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നീതീകരണം പ്രാപിച്ചവനായി മാറുകയാണ്. അവന്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തരക്ഷിതമായിട്ട് അംഗീകരിക്കാത്ത ആരെങ്കിലും, യേശുവിനെ അംഗീകരിക്കാത്ത ആരെങ്കിലും പകൽക്കാലം ഉണ്ടെങ്കിൽ യേശുവിനെ അംഗീകരിച്ചിട്ടേ ഇവിടുന്ന് പോകാം. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ വിടുതലില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ സൗഖ്യമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിത്യ ജീവനില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിനക്ക് സന്തോഷമില്ല, സമാധാനമില്ല. ഈ സകലത്തിന്റെ ഉത്തരം ക്രിസ്തു മാത്രമാണ്, ക്രിസ്തു തന്നെയാണ്. വേറെ ഒന്നും വിടുതലില്ല. അതുകൊണ്ട് യേശു പറയും, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അനേകം ഇങ്ങനെ ഓടുകയാണ്, ഏതെങ്കിലും വഴിക്കൂടെ എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കാന്ന് വെച്ച് ഇല്ല. എങ്ങനെ നീ ഓടണ്ട. യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധിയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതൽ വ്യാപരിക്കുകയാണ്. വിശുദ്ധ ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്ന അടുത്തൊരു പോയിലേക്ക് കിടക്കുക. യേശു ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലെ ചിന്താഗതി എന്തായി? ദൈവം നമുക്ക് വേണ്ടി എന്താണ് കരുതിയിരിക്കുന്നത്? ദൈവം നമുക്ക് വേണ്ടി കരുതി ചെയ്യുന്നത് ലോകത്തിനെ പറ്റി അറിയത്തില്ല. ദൈവത്തെ ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 2:9 പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഇത് തോന്നിട്ടുമില്ല. പിന്നെ ആരുടെ തോന്നുന്നു? പിന്നെ ആർക്കാ തോന്നുന്നത്? അത് വാക്കുകൾ വായിക്കണ്ടേ? ദൈവം തന്നെ സ്നേഹിക്കുന്നത് ഒരുക്കിയിട്ടുള്ളത്, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക്, ഞാൻ ദൈവത്തെ സ്നേഹിക്കണം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് എന്നുവെച്ചാൽ ഒരു വാക്കോടില്ല, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർക്കാ വെളിപ്പെടുത്തിയത്? ആർക്കാ വെളിപ്പെട്ടത്? നമുക്കാ വെളിപ്പെട്ടത്. ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് അങ്ങേപ്പുറത്തെ മനുഷ്യൻ അറിയത്തില്ല, ഇപ്പുറത്തെ മനുഷ്യൻ കാണപ്പെടത്തില്ല, അവന്റെ ചെവിക്കാരൻ കേൾക്കത്തില്ല. പക്ഷെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ വെളിപ്പാട് ദൈവമക്കാരാണ് ദൈവത്തെ സ്നേഹിക്കുക, ആ വെളിത്തെ സ്തുതിക്കുകയാണ്. ആ വെളിപ്പാടാണ് ദൈവമക്കാരെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല. ഇന്ന് മകക്കാലം അത് മനസ്സിലാക്കി ദൈവമക്കാരെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ കളിയാക്കാത്തില്ല, ഇപ്പം പൊട്ടനാണെന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ പറയാം. പിന്നെ ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ്, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ട ഞാൻ ഈ ഭാഗത്തേക്ക് വന്നു. അപ്പൊ എല്ലാവരും തള്ളി, വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ തള്ളി, കൂട്ടുകാരെല്ലാം തള്ളി. പള്ളിയിലെ അച്ഛന്മാരുമൊക്കെ വളരെ അടുപ്പമുള്ളവരായിരുന്നു. തിരുമേനിമാരുമൊക്കെ ദേവലോകത്ത് നരമയിലൊക്കെ എപ്പോഴും വരുന്ന വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് പള്ളിയിലെ ശുശ്രൂഷക്കാരായിരുന്നു. അതുകൊണ്ട് എല്ലാ ഭാഗത്തും യൂത്ത് ലീഗായാലും സൺഡേ സ്കൂളായാലും എല്ലാ ഭാഗത്തും മറ്റുള്ള പ്രശ്നം. പക്ഷേ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മണ്ടത്തരമാണ്, ഇവൻ പോഷകാണെന്നോ നിന്ദിച്ചു, പരിഹസിച്ചു. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറാനോ ആരും വീട്ടിലേക്ക് കയറത്തില്ല. സ്വന്തക്കാരൊക്കെ അപ്പുറത്തിപ്പോൾ ഉണ്ടെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ പോലും ഒന്ന് ചോദിക്കത്തില്ല എന്തോ വിശേഷം. നോക്കാനായി നിന്ദിച്ചു, പരിഹസിച്ചു ഒക്കെ ഇങ്ങനെ. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി എന്താണെന്നറിയാമോ? അവന്റെ മനസ്സിനത് തോന്നാത്ത കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത്. ഞാൻ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി എന്താ കരുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വെളിപ്പെടുന്ന പോലെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക.
നന്മയ്ക്ക്. ആരെന്തോ ചെയ്തെന്ന് പറഞ്ഞാലും നന്മയ്ക്കാക്കി. ഏത് കൂടോത്രക്കാരനോ ക്ഷുദ്രക്കാരനോ ഏത് മന്ത്രവാദിയോ എന്ത് മന്ത്രവാദം ചെയ്താലും നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവവചന പ്രകാരം ജീവിച്ചാൽ, ഈ വിശുദ്ധിയിൽ ജീവിച്ചാൽ, നിനക്ക് ലഭിക്കുന്ന ഒരു ആയുധവും ഫലിക്കാതെ ആ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ മകൾക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ശാപത്തിനും കേട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റി വിശുദ്ധിയിലേക്ക് ഇരിക്കുന്ന വിശുദ്ധ ദൈവമകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് ആദ്യം പറഞ്ഞ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞേക്കാം. വിശുദ്ധിയിൽ നിന്നെങ്കിലേ ഇതെല്ലാം അനുഭവിക്കാൻ പറ്റുന്നത്. വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മകൾക്കാണ് ഈ അനുഭവം എല്ലാം വരുന്നത്. നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് നോക്കിയാട്ടെ. ആരെങ്കിലും വിശുദ്ധിയിൽ നിൽക്കാതെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തീരുമാനം എടുക്കണം. ഞാൻ വിശുദ്ധനായ ദൈവത്തിന്റെ മകൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും എന്നാലും എനിക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കാൻ പറ്റുന്നത്. അത് എടുത്തെടുത്തിരിക്കുകയാണ് ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ്. ഞാൻ അവരിൽ നടക്കുകയും അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്യണമെങ്കിൽ അവർ വിശുദ്ധരായിട്ട് ജീവിക്കണം. ജാതികളുടെ വഴി പഠിക്കരുത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, മുഹൂർത്തം നോക്കരുത്. ജാതികൾ നടക്കുന്ന പോലെ നടക്കരുത്. ജാതികളുടെ കൂടെ നടന്നാൽ എനിക്ക് ഇതിന്റെ ഇടയിൽ നടക്കാൻ പറ്റത്തില്ല. ഞാൻ ജാതികളുടെ ദൈവമല്ല, ഞാൻ വിശുദ്ധന്മാരുടെ ദൈവമാണ്. ഞാൻ വിശുദ്ധനായ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ജാതികളുടെ ഇടയിൽ നടക്കാൻ കഴിയത്തില്ല. ജാതികളായ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. എന്റെ മകൾക്കാലം വിശുദ്ധ ദൈവമകൾക്കാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആ യേശു വന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടായി. ആ യേശു വന്നതുകൊണ്ട് നമുക്ക് സൗഖ്യമുണ്ടായി. ആ യേശു വന്നതുകൊണ്ട് നമുക്ക് വിടുതലുണ്ടായി. ആ യേശു വന്നതുകൊണ്ട് നമുക്ക് മാനമുണ്ടായി. സ്തോത്രം. നിന്ദകളെ മാറ്റി മാനത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന നമ്മുടെ കർത്താവായ യേശു നമ്മളെ. അവിടെ ദൈവം നമുക്ക് വേണ്ടി കരുതച്ചിട്ടുള്ളതിനെ കുറിച്ച് ആരും ഭയപ്പെടണം. ഞാൻ ഇതിനെ പിന്നാലെ പോയ ദൈവം എനിക്ക് എന്തോ ചെയ്യും. ദൈവത്തിന് അറിയാൻ സകലവും നമുക്ക് തരാം, അല്ലേ? സകലത്തിന്റെ അവകാശം ആരാ? അടുത്തൊരു വാക്കത്തിന്റെ വീണ്ടും വരാം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്റെ മക്കളായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ അവകാശം നിങ്ങൾക്ക് മേശ കയറി പെറുക്കുന്നില്ല, വിളമ്പിക്കഴിഞ്ഞാൽ അകത്ത് കയറി എടുക്കുമ്പോൾ അധികാരം. പ്രാർത്ഥനയെ കുറിച്ച് യേശു നമ്മളെ പഠിപ്പിച്ചാണ്. ലൂക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായം വായിക്കുമ്പോഴേ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചു. ശിഷ്യന്മാർ പറഞ്ഞ കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഞങ്ങളുടെ യോഹന്നാനാണ് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ശിഷ്യന്മാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാം. ഞങ്ങൾക്കാണ് പ്രാർത്ഥിക്കാൻ ഇത്രയും നാളെ ദൂരമാണ്, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അറിയുന്നത്. അപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ അറിയുന്നത്. പിന്നെ യേശുവിനെ പറഞ്ഞു, ശരി പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കാം. പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. ഇത് കർത്താവ് 2 ഉപമയാണ്. ഒരു ഉപമ ഞാൻ ഇവിടെ മുമ്പിൽ വെക്കാൻ പോകും. എന്താ പറയുകയാണ്, ഒരു മനുഷ്യനോട് സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ വേറൊരു സ്നേഹിതൻ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ വേണ്ടി അപ്പം വായ്പ. അപ്പൊ അപ്പമില്ല, ഈ മനുഷ്യന്റെ അപ്പമില്ല. അപ്പം ഉള്ളവനെ അറിയാവുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ആ സ്നേഹിതൻ പോയി അടുത്താണ് ചോദിക്കുകയാണ്, എന്റെ വീട്ടിലോട് സ്നേഹിതൻ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ അപ്പം വായ്പ തരണം. ഉടനെ അകത്ത് കിടക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഇവിടെ അപ്പമൊന്നുമില്ല, അപ്പം ഉണ്ട് പക്ഷെ തരാൻ പറ്റുന്നില്ല, കഥ കടച്ചിരിക്കുക, പൈതങ്ങളും കൂടെ കിടക്കുക, അതുകൊണ്ട് അപ്പം തരാൻ പറ്റുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് കഥ പഠിപ്പിച്ച ഭാഗമാണ്. അപ്പൊ അപ്പം തരാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഈ മനുഷ്യൻ അവിടെ നിന്ന് പോകാതെ വീണ്ടും മുട്ടുക. അല്ല, എനിക്ക് അപ്പം തന്നേ പറ്റുന്നുള്ളൂ, കാരണം എന്റെ സ്നേഹിതനോട് വന്നിരിക്കുക, അവൻ മെസ്സേജിരിക്കുക, അവൻ കൊടുക്കണേ, അപ്പം അവൻ കൊടുക്കാൻ വേണ്ടി എനിക്ക് തന്നേ പറ്റുന്നുള്ളൂ. വീണ്ടും മുട്ടിയപ്പോഴെന്ത് സംഭവിച്ചു, ഈ മനുഷ്യൻ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവന് വേഗോടോ ബുദ്ധിമുട്ടാണെങ്കിലും അസമയമാണെങ്കിലും രാത്രി വന്നേക്കുന്നത് പല ബുദ്ധിമുട്ടകത്തുണ്ട്. എങ്കിലും അവൻ പറയുകയാണ്, ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ വീടിനടുത്തുള്ള അപ്പം തരാമെന്ന് ഞാൻ വീടിനടുത്തുള്ള അപ്പം കൊടുത്തതായിട്ട് അവിടെ കാണാം. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചത്. ഈ പ്രാർത്ഥന ഈ രൂപം നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതല്ലേ? ഇതിനകത്തൊരു പൊരുൾ കിടക്കും. കർത്താവ് പറഞ്ഞ യാചിപ്പ് എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പ് എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ എന്നാൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ നമ്മളെല്ലാം പറയും യാചിച്ചാൽ കിട്ടും. അവിടെ വീട്ടിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചാൽ ശരിക്കും അങ്ങോട്ട് മോശിച്ച് മൂട്ടി യാക്കോബ് പറയുന്നത് പോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്റെ വിടത്തിൽ എങ്ങോട്ട് പിടിച്ചോണമെന്നാ നമ്മുടെ എല്ലാവരും പഠിക്കുന്നതാണ്. യേശു എന്തിനാണ് രൂപം പറഞ്ഞത്? യേശു എന്തിനാണ് രൂപം പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ഭാരം യേശു ഈ ഒരു കഥ പോലെ ഒരു കഥയായിട്ട് പറയുകയാണ് പ്രാർത്ഥനയെ കുറിച്ച്.
എന്നിട്ട് കർത്താവ് പറയും യാചിക്കണം കിട്ടും, അന്വേഷിച്ചോണം കണ്ടെത്താം, കുട്ടിയെ തുറക്കുകയും ചെയ്യും. ഇന്ന് പലരും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ് ബാക്കിയായിട്ട് ഞാൻ പറയാം. അതിനകത്ത് ഒരു പോയിന്റ് കിടപ്പുണ്ട്. ഈ മനുഷ്യൻ പറയുന്നു കഥ കടച്ചിരിക്കുകയാണ്, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുക അല്ലേ, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുക. ഏറെ ഈ പൈതങ്ങൾ ആ കഥയ്ക്കകത്ത് വന്നിരിക്കുന്ന പൈതങ്ങളേതാ? പുറത്തുനിന്ന് കുറെ ആൾക്കാർ മുട്ടുന്നുണ്ട്, യാചിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് സമയം ഉണ്ടേ കൊടുക്കും, പറ്റത്തില്ല. പിന്നെ നിർബന്ധം കൊണ്ട് അങ്ങ് മുട്ടിക്കുന്നതുകൊണ്ട് കൊടുക്കും. പക്ഷെ ഇവിടെ കുറച്ച് പൈതങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ പൈതങ്ങൾ ആരാണെന്നറിയാമോ? ഞാനും നിങ്ങളോ? മനസ്സിലാക്കുക. ഈ പൈതങ്ങൾ കിടക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? പൈതങ്ങളെ കിടക്കുന്നത് കൊണ്ട് കർത്താവ് കഥ കടച്ചാലാണ് പറയുന്നത്. യജമാനൻ കഥ കടച്ചു. ആ മനുഷ്യൻ പറയുന്നത് പൈതങ്ങൾ കിടക്കുന്നത് കഥ കടച്ചിരിക്കുന്നു. അപ്പൊ പൈതങ്ങൾക്കുള്ളതെല്ലാം ദൈവം കരുതി. പൈതങ്ങൾക്ക് അധികാരമുണ്ട്, പൈതങ്ങൾ കൂടെ കിടക്കുകയാണ്. അവർക്ക് ആരോട് ചോദിക്കേണ്ട കാര്യം, എടുത്തു കഴിക്കാൻ അധികാരം ദൈവം കൊടുത്തേക്കുന്നത്. മനസ്സിലാക്കുക. സ്തോത്രം. അതാണ് ഗലാത്യലേഖനത്തിൽ കൊണ്ടുവന്ന് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞേക്കുന്നത്. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സുഹൃത്തിന്റെ ആത്മാവിനെ നമ്മുടെ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മക്കളെങ്കിലും നമ്മൾ ആരാണ്? അവകാശികളാണ്, പൈതങ്ങളാണ്. അത് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളിങ്ങനെ യാചിക്കുകയാണോ, മുട്ടുവാണോ, അതോ അന്വേഷിച്ച് നടക്കുകയാണോ, അതോ പൈതങ്ങളായിട്ട് യേശുവിന്റെ കൂടെ കിടക്കുക ദൈവത്തിന്റെ കൂടെ? നമ്മളിത് അറിഞ്ഞിരിക്കണം. ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ എനിക്ക് അവകാശമുണ്ട്. എനിക്ക് ചിലരോട് കൽപ്പിക്കണമെങ്കിൽ അവകാശമുണ്ട്. എനിക്ക് ചിലതൊക്കെ പ്രാപിക്കണമെങ്കിൽ അവകാശമുണ്ട്. എനിക്ക് ചിലതൊക്കെ നേടിയെടുക്കുന്ന അവകാശമുണ്ട്. ഞാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. കാരണം ഞാൻ എൻ്റെ അപ്പന്റെ മകനാണ്. ഞാൻ മുട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഞാൻ യേശുവിന്റെ കൂടെ തന്നെ വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. എനിക്ക് എടുത്തു കഴിക്കുവാനുള്ള അധികാരം എന്റെ ഭവനത്തിനകത്തുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഇത് മനസ്സിലാക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. എന്റെ മകൾക്ക് ആ ഒരു അറിവ് പ്രാപിച്ചിട്ട് നമ്മളിത് കടന്നു പോകാം. ഒരു പൈതലായിട്ട് പിതാവിന്റെ അടുക്കൽ നിന്ന് എടുത്തു വാങ്ങിക്കുവാനുള്ള, എടുത്തു കഴിക്കുവാനുള്ള ആ അവകാശത്തോടെ, അധികാരത്തോടെ ആയിരിക്കണം ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതല്ലാതെ പുറത്തുനിന്ന് മുട്ടാൻ പാടില്ല. ഇനിയും പുറത്തുനിന്ന് മുട്ടിക്കൊണ്ടിരിക്കരുത്. നീ പുറത്തുനിന്ന് മുട്ടുന്നൊക്കെ അർത്ഥം നീ വാതിൽ പുറത്താണ്. ഇപ്പോഴും നീ യാചിക്കുകയാണ്, ഇപ്പോഴും നീ അന്വേഷിച്ച് നടക്കുകയാണ്, ഇപ്പോഴും നീ കണ്ടെത്തിയിട്ടില്ല, ഇപ്പോഴും നീ മുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയ ദൈവത്തിന്റെ മകള് ഒരു കാര്യം മനസ്സിലാക്കണം, നീ വാതിലിന് പുറത്താ, നീ അകത്തല്ല. സ്തോത്രം. സ്തോത്രം. അകത്തിലേക്ക് മനസ്സിലായില്ല ആ വചനത്തിന്റെ ആഴം. നീ അകത്താണോ പുറത്താണോ എന്നുള്ള തീരുമാനം ഇന്ന് പകൽക്കാലം എടുക്കണം. നീ അകത്താണെങ്കിൽ നിന്റെ കാൽ ചവിട്ടുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ അടിഞ്ഞു മാറുവാനായിട്ട്. നീ അകത്താണെങ്കിൽ നീ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ നീങ്ങി പോകാനിടയായിരിക്കും. നീ അകത്താണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് നീ നോക്കുമ്പോൾ തന്നെ അവിടെ വിടുതൽ വ്യാപരിക്കുവാനിടയായിരിക്കും. നീ അകത്താണെങ്കിൽ നീ കൽപ്പിക്കുമ്പോൾ അതുപോലെ സംഭവിക്കുവാനിടയായിരിക്കും. യഹോവ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു എങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, അവന്റെ പുത്രനായ ഞാൻ കൽപ്പിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അറിവോടാണ് ഈ ഒരു വെളിപ്പാടെന്ന് പറയുന്നത്. അതാ ഞാൻ നേരത്തെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നമുക്ക് വേണ്ടി ദൈവം കഴിഞ്ഞിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. അപ്പുറത്തെ ലാഭിന് അറിയത്തില്ല, അപ്പുറത്തെ ഗോരക്ഷ അറിയത്തില്ല, ഇപ്പുറത്തെ ഡാമിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം, എന്റെ ദൈവം എനിക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ ദൈവം വെളിപ്പെടുത്തി, ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ നോക്കുമ്പോൾ നീ പോഷനാണ്, അവർ നോക്കുമ്പോൾ നീ വീട്ടിയാണ്. എന്ന ദൈവത്തിന്റെ കയ്യിൽ നീ വീട്ടിയല്ല. എന്റെ പിതാവ് ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയത്, ഭൂമിയെ അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണ്, ഭൂതലവും അതിന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാണ്. എന്റെ പിതാവിന്റെ വകയാണെന്നല്ല. ആ ഒരു അറിവോടെ പ്രാർത്ഥിച്ചാൽ, ആ ഒരു അറിവോടെ ജീവിച്ചാൽ നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കാൻ കഴിയും. ആദ്യം പറഞ്ഞല്ലോ, ആദാമിൽ നിന്ന് തുടങ്ങിയ ആദാമിന്റെ കാലത്ത് പിശാച് തട്ടിക്കൊണ്ടുപോയ സകല അധികാരങ്ങൾ, സകല അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ദൈവം നമ്മെ ക്രിസ്തു മുഖാന്തരം പിടിച്ചിരിക്കുന്നത്. മനസ്സിലായോ?
മനസ്സിലാക്കിയോട്ടെ, സ്തോത്രം. ആദാമിന്റെ കാലത്ത് ശാപമുണ്ടായി, പാപമുണ്ടായി. അന്ന് മുതൽ നമുക്ക് ലഭിക്കേണ്ടതായ മനുഷ്യവർഗത്തിന് കിട്ടേണ്ടതായ സകല അധികാരങ്ങളും അനുഗ്രഹങ്ങളും പിശാച് കൊണ്ടുപോയി. അവന്റെ അധികാരത്തിന് കീഴിലായിപ്പോയി. പാപം ചെയ്തപ്പോൾ, ശാപം ഉണ്ടായപ്പോൾ അത് തിരിച്ചു പിടിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം. പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം. പഴയ നിയമത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരിക്കൽ ദാവീദ് സിക്ലാഗ് എന്ന സ്ഥലത്തേക്ക് പോകുന്നു. സിക്ലാഗ് 1 ശമൂവേൽ 30 പോകുന്നത്. ആ ഭാഗത്താണ്. സിക്ലാഗിലേക്ക് ദാവീദ് വന്നപ്പോഴേ ദാവീദിന്റെ കൂടെയുള്ള ആൾക്കാരെ, ദാവീദിന്റെ ഭാര്യയെ, മക്കളെ, പുത്രിപുത്രന്മാരെ എല്ലാം അമാലേക്ക് പിടിച്ചോണ്ടു. ദാവീദ് അവിടെയുള്ള ജനമെല്ലാം കരഞ്ഞു. സകല ജനത്തെയും പിടിച്ചോണ്ട് ഓടിക്കാൻ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, പൈതങ്ങളെല്ലാം പിടിച്ചുകൊണ്ടു. ദാവീദ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വളരെ ഇങ്ങനെ ദുഃഖിച്ചു കരഞ്ഞു. കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, ഇവന്റെ കൂടെ കൂടിയ കാരണം നമ്മുടെ കുടുംബവും നഷ്ടപ്പെട്ടു, നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയി, അതുകൊണ്ട് ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് തീരുമാനമെടുത്തു. ദാവീദ് ദൈവത്തോടുകൂടെ അടുത്തിരുന്നതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ധൈര്യപ്പെട്ടു. ദാവീദിന്റെ ഹൃദയം ധൈര്യപ്പെട്ടു. അവൻ പറഞ്ഞു, അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു, ഏഫോദ് കൊണ്ടുവരിക, യഹോവയുടെ അകലപ്പാട് ചോദിക്കാം. യഹോവയുടെ ആലോചന ചോദിക്കാൻ ചെന്നു. യഹോവയുടെ ആലോചന ചോദിച്ചപ്പോൾ യഹോവയുടെ ചോദിച്ചറിയാമോ? കർത്താവേ, യഹോവേ, എന്റെ ഭാര്യയെ, പുത്രന്മാരെ, ഇവിടെയുള്ള സകല ജനത്തെയും അമാലേക്ക് പിടിച്ചോണ്ട് പോയിരിക്കും, ഇവിടെയുള്ള സകല സമ്പത്തുകളും കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ അവരെ പിന്തുടരണമോ വേണ്ടായോ? ചോദ്യം മനസ്സിലായോ? ഞാൻ അവരെ പിന്തുടരണമോ വേണ്ടായോ? നമ്മളവിടെ പറഞ്ഞ പോയത് പോട്ടെ, കൊണ്ടുപോയി നോക്കോട്ടെ, ഇനി നമുക്ക് ഉണ്ടാക്കാമെന്ന് നമ്മളറിയാം. പക്ഷെ ദൈവം എന്താ പറയുക? പിന്തുടരുക, പിടിക്കുക. നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊണ്ടു എന്ന അരുളപ്പാടുണ്ടായി. ദൈവത്തിന് അല്ലപ്പെടാതെ നിശ്ചയമായിട്ട് നീ പോകും, സകലവും നീ പിടിക്കും. ദൈവത്തിന് പറഞ്ഞുകൂടെ? എന്നാ വേണ്ട പോട്ടെ ദാവീദേ, ഇതൊക്കെ ഞാൻ വേറെ തരാം. നമ്മുടെ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതി റീസ്റ്റോർ ചെയ്യാം, നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ആദ്യ നൂറ്റാണ്ട് മുതൽ, ആദ്യ കാലം മുതൽ, ഒന്നാമത്തെ ആദാമിന്റെ കാലം മുതൽ നഷ്ടപ്പെട്ടു പോയ അധികാരവും അവകാശവും, തട്ടിക്കൊണ്ടുപോയ, പിശാചിനെ കൊണ്ടുപോയ സകല അധികാരങ്ങളും യേശു ക്രിസ്തു മുഖാന്തരം പുതിയ ജനറേഷൻ ഉണ്ടാക്കി, പുതിയ തലമുറ ഉണ്ടാക്കി, പുതിയ നിയമത്തിൽ കൂടെ നമ്മെ ഉണ്ടാക്കി. ഇതിനാ തിരിച്ചു പിടിക്കാൻ അധികാരം